അപ്പൊ നമ്മളെ വിളിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് വിമർശിക്കുന്നവർക്ക് കാര്യപ്രസക്തമായ കാര്യങ്ങൾക്ക് വിമർശിക്കുക, എന്നെ എന്നല്ല ഉസ്താദന്മാരെ മുഴുവൻ. പക്ഷേ സത്യമില്ലാത്ത കാര്യത്തിന് മനസ്സിലായില്ലേ, നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് നമ്മളെ വിമർശിച്ചാൽ അതിന് ചിലപ്പോൾ മറുപടി പറയേണ്ടി വരും, ചിലപ്പോൾ നേരിട്ട് വരേണ്ടി വരും. ഒരു ഉസ്താദന്മാരെ ആരും വിമർശിക്കണ്ട, ഒരുത്തരും വിമർശിക്കണ്ട. ആലിമീങ്ങളുടെ രോമത്തെ തൊട്ട് കളിക്കാൻ ഒരുത്തരും പറ്റില്ല. അള്ളാഹുവിന്റെ ഐൻ അല്ലിയിൽ നിന്നെടുത്തതാണ്. ആലിമിന്റെ ഐൻ ലത്തീഫൻ എന്ന റബ്ബിന്റെ പദത്തിൽ നിന്നെടുത്തതാണ്. മുൽക്കിൻ എന്ന പദത്തിൽ നിന്നെടുത്താണ്. അപ്പൊ ആ ആലിമീങ്ങളെ വിമർശിക്കാൻ ഒരുത്തന് അവകാശമില്ല. പക്ഷെ പ്രശ്നം എന്തെന്നറിയോ, വേലി വിളവ് തിന്ന ഉസ്താദ്. എന്താ കാര്യം? ആലിമീങ്ങളുടെ ഇടയിലുള്ള ചില ആലിമീങ്ങൾ, അവിടെ അംസാണ് വേദനിപ്പിക്കുന്നവന്മാർ, അലമുൻ വേദന. അപ്പൊ അവന്മാരോടൊന്നും എനിക്ക് ഒരു മറുപടിയില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര നവാസ് മന്നാനി ഉപദ്രവിക്കുന്നവർ, നൗഷാദ് വാഖി ഉപദ്രവിക്കുന്നവർ, കാഞ്ഞാർ ഉസ്താദിനെ ഉപദ്രവിക്കുന്നവർ. എന്തിനാണ്? എടാ, നിനക്ക് കിട്ടുന്ന റിസ്ക് നീ കൊണ്ടുപോയാ പോരെ? നിനക്ക് ഇന്തിഷാറും ആവൂല. പിന്നെ മറ്റുള്ളവർ ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന കണ്ടിട്ട് ആർക്കെങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ തോളി കൈയിട്ടിട്ട് പറഞ്ഞ് ഒരാളെ അള്ളാഹു ഉയർത്ത. ഇന്തിഷാർ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം നിങ്ങൾ ചിന്തിക്കണ്ട. ഇന്തിഷാർ എന്ന് ഉയരുന്നില്ല, പൊങ്ങുന്നില്ല, പൊങ്ങി ഉയർന്നു പോകാൻ കഴിയുന്നില്ല, നിനക്ക് കഴിയുന്നില്ല. എന്നാൽ പൊങ്ങി പോന്നവനെ കാണുമ്പോഴോ റോക്കറ്റ് എന്നിട്ട് പിടിക്കാൻ ചെന്നവനെ കിട്ടുമോ? മേളിൽ ചെന്നിട്ട് അല്ല ഒരുത്തനെ ഉദ്ദേശിച്ചാൽ അവ ഉയർന്നിരിക്കും. ഞാൻ ഇന്ന് ആറാലമുട്ടി പ്രസംഗിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ പ്രസംഗിക്കും. നാളെ എനിക്ക് മദീനയിൽ പോകണമെന്ന് റബ്ബ് വിചാരിച്ചാൽ ഞാൻ പോകും. അത് ഒരു അള്ളാന്റെ പടപ്പ് വിചാരിച്ചാൽ നടക്കൂല. അല്ല വിചാരിച്ചാൽ അത് പോക്ക് മുടക്കാൻ പറ്റും. എന്നാൽ ഒരാൾ ഉയരൂല എന്ന് റബ്ബ് വിചാരിച്ചിരിക്കുകയാണ്. അയാളെ ഇനി ക്രൈം കൊണ്ട് ഉയർത്തിപ്പോക്കിയാലും നോ, അയാൾ ഉയരൂല. ഒരു വഴിയും ഹസദ്. അതാ ഞാൻ പറഞ്ഞു, ഇന്തിഷാർ ആവാൻ വേണ്ടി എപ്പോഴും മക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങ് പൊങ്ങി വരട്ടെ ജീവിതങ്ങൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ഇതുപോലുള്ള സദസ്സുകളിലൊക്കെ പോകുന്ന ഉസ്താദുമാർ എത്രത്തോളം വിഷമിക്കും. നിങ്ങൾ കാണുമ്പോൾ യൂട്യൂബിലൂടെ അവർ ആദർശധീരരായി പ്രസംഗിക്കുന്നുണ്ട്. ഇതിന്റെ പിറകിൽ നടക്കുന്ന കുറെ കളികളുണ്ട്, കമന്റ്സുകൾ. ചില നല്ല വീട്ടിൽ പറക്കാത്തവന്മാർ പറയുന്ന കുറെ കമന്റ്സുകൾ. നല്ലത് ചെയ്യുമ്പോൾ എടാ ഞാൻ പറയാണ്, വ്യക്തമായിട്ട് ഏതൊരു ഉസ്താദിനെ വിമർശിക്കുമ്പോഴും അതിന് വ്യക്തതയുണ്ട്. നീ എന്താ നേരിട്ട് വരാത്തത്? നീ എവിടെങ്കിലും ഇരുന്ന് ഫോൺ വിളിച്ചിട്ട് മറ്റേ പരിപാടി കാണിക്കുന്നുണ്ട് വിളിച്ചിട്ട് പല ഉസ്താദന്മാരെയും വേദനിപ്പിക്കും. എൻ്റെ അടുത്തൊരാൾ വിളിച്ചു, ഉസ്താദ് എൻ്റെ ജോലി പോയി. ഞാൻ ചോദിച്ചു എന്താടാ? കമ്മിറ്റിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് നമ്പർ എടുക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു, കാക്ക നിങ്ങൾ ആ മഹലിൽ പോയി അന്വേഷിച്ചു. അത് പോയില്ല. നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ സമാനം പറയാനും നിങ്ങൾ ആ മഹലിൽ പോകൂ. അയാൾ എത്ര വർഷം മുമ്പാണ് ഈ പ്രശ്നം നടന്നത്? 8 കൊല്ലത്തിന് മുമ്പ്. 8 കൊല്ലത്തിന് മുമ്പ് അദ്ദേഹം എത്ര തൗബ ചെയ്തിട്ടുണ്ടാവും? റബ്ബ് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. അല്ല പൊരുത്തപ്പെടുത്തിട്ട് പോലും നാടന്മാർക്ക് പൊടുത്തു കൊടുക്കാൻ വയ്യ. അല്ല ചില മൂല്യന്മാർക്ക് പൊരുത്തപ്പെടുത്തി കൊടുക്കാൻ പറ്റൂല. ഈ മൂല്യന്മാരൊന്നും വഴലന്മാരല്ല കേട്ടാ. ഈ മൂല്യന്മാരെ ഖത്തീബന്മാരും അല്ല. 7,000-8,000 രൂപയ്ക്ക് ഇരിക്കുന്ന ഏതോ ഡൂക്കളികളാ. അവരോടൊന്നും മറുപടി പറയത്തില്ല. ഒരു ഉസ്താദന്മാരും മറുപടി പറഞ്ഞിട്ടില്ല. അവരോടൊക്കെ പറയാണ് അള്ളാഹു നിങ്ങൾക്കും ഇതുപോലെ അള്ളാഹു ഖദറാക്കട്ടെ. അതിന് ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും ഉസ്താദടുത്ത് പോയി പഠിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കിതാബ് വായിച്ചു പഠിക്കുക, അതും അല്ലെങ്കിൽ മാസികകൾ വായിക്കുക, എന്നിട്ട് പ്രസംഗിക്കാൻ കഴിയട്ടെ. അങ്ങനെ ഓരോ മേഖലയിലും ഫിത്നയുണ്ട്. അള്ളാഹു ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചിട്ട് ഒരു ഉസ്താദ് മൊത്തത്തിൽ ഫിത്ന. ഞാൻ പറഞ്ഞു ഖബറിലും ഫിത്നയുണ്ട്, ദുനിയാവ് മാത്രമല്ല. അതുകൊണ്ട് വല്ലാഹി അലല്ല എനിക്ക് ഒരു ഷെയ്ഖ് പട്ടവും തരരുത്. ഇവിടെ ഉള്ള ഇതും കൊണ്ട് എണീറ്റ് നടക്കാൻ പോയി. ഇനി ഷെയ്ഖും കൂടെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഒരു പ്രാസംഗികൻ എന്ന രീതിയിൽ നമ്മളാരും വെറുതെ വിടുന്നില്ല. പക്ഷെ മഅ്ദിനി ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, വേദന അനുഭവിക്കുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരോട് എനിക്ക് പറയാനുള്ളത്, കാറ്റടിച്ചോട്ടെ, ആ കാറ്റടിക്കുന്ന ഭാഗത്തേക്ക് നിങ്ങൾ ചെറ്റ കെട്ടാൻ നിൽക്കരുത്. അത് പറന്നു പോകും, മതില് കെട്ടണ്ട. കാറ്റടിച്ചതങ്ങ് നിൽക്കും. മോനെ സൂര്യൻ ഉദിക്കുന്നുണ്ട്, ആ ഉദിക്കുന്നത് കണ്ട് നായ കുരയ്ക്കുന്നുണ്ട്, എന്നിട്ടും സൂര്യൻ അസ്തമിക്കാറ്, സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നില്ലേ എന്ന് ചോദിച്ചൊരു പദം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.